ഈ 1950 ചിത്രങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പിൽക്കാലത്ത് അറിയപ്പെടുന്ന പല നടീനടന്മാരും രംഗത്ത് വരികയും അവർ ദീർഘകാലം മലയാള സിനിമയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബഷീറിനെ കുറിച്ച്, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് നവലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു സ്ത്രീ കഥാപാത്രം വളരെ തൻ്റെ ഇടത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു. കടലമ്മ എന്ന ഒരു സിനിമ വരുമ്പോഴേക്ക് അത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അതിൽ അന്തർനാടകമായിട്ട് വരുന്നത് പരാശരൻ്റെ കഥയാണ്. അപ്പോൾ അന്ന് സൂപ്പർ താരമായി വന്ന നായകൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ. പക്ഷെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് അദ്ദേഹം പുറകിലേക്ക് മാറേണ്ടി വന്നു. നായക വേഷങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി സ്വഭാവ നടൻ്റെ ഇതിലേക്ക് വരേണ്ടി വന്നു. ആ രണ്ട് നായക നടന്മാരാണ് മലയാള സിനിമയുടെ ഒരു ഭാഗധേയത്തെ തന്നെ നിർണ്ണയിച്ചത്. ആ രണ്ടുപേർ, ഒരാൾ സത്യൻ, മറ്റേ ആൾ പ്രേം നസീർ. 1950 6 മലയാള ചിത്രങ്ങളാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ 6 മലയാള ചിത്രങ്ങൾക്കും കൂടെ ഒരു സവിശേഷത പറയാവുന്നത്, ഇതിൽ 5 ചിത്രങ്ങളുടെയും പേരുകൾ സ്ത്രീ നാമധേയങ്ങളായിരുന്നു. അന്നത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഇന്ദുലേഖ വന്ന ശേഷം മിക്കവാറും സ്ത്രീ നാമധേയങ്ങളാണ് നോവലുകൾക്കൊക്കെ പേരായിട്ട് വന്നിരുന്നത്. അപ്പം സിനിമയിൽ ഇത് നമ്മൾ കാണുന്നത് ഈ നിർമ്മലയിൽ അത് കണ്ടിട്ടുണ്ട്, ജ്ഞാനാംബികയിൽ അത് കണ്ടിട്ടുണ്ട്. ഈ 1950 വരുന്ന 6 ചിത്രങ്ങളിൽ 5ഉം സ്ത്രീകളെ സംബന്ധിച്ചതാണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നാം സ്ത്രീകൾക്ക് അത്രയേറെ പ്രാധാന്യം അന്നത്തെ സിനിമകളിലുണ്ടായിരുന്നു എന്ന്. പിൽക്കാലത്ത് ആ പ്രാധാന്യം ഇല്ലല്ലോ. പലപ്പോഴും ഒരു സെറ്റ് പ്രോപ്പർട്ടി പോലെ സ്ത്രീ കഥാപാത്രം ഒതുങ്ങുന്ന കാഴ്ച പിൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്ന് ഇത്രയേറെ ആ സ്ത്രീക്ക് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീയുടെ പേരിൽ തന്നെ സിനിമകൾ വരുന്നു. എങ്കിലും അതിലെ സ്ത്രീകൾ അങ്ങനെ ശക്തരാണെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പം ഇതിലെ ഈ കഥാവസ്തുക്കളൊക്കെ നോക്കിയാൽ അതിലൊക്കെ അമ്മായിയമ്മ പോരുണ്ട്, നാത്തൂന്മാർ തമ്മിലുള്ള പോരുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അപ്പം ഇതിലൊക്കെ വിക്റ്റിമാകേണ്ടി വരുന്നത് ഈ സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ മിക്കവാറും കണ്ണീർ കഥാപാത്രങ്ങളായിട്ട് മാറുകയാണ്. അവർ ദുർബലരാണ്, സദാ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് എതിർക്കാനോ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്വന്തം നിലയ്ക്ക് ഈ കഥയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയുന്നില്ല. ഒരു വിധിയുടെ ആനുഗത്തിൻ്റെ കീഴെ തലവെച്ച് കൊടുക്കുന്ന ആളുകളായിട്ടാണ് ഈ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ ഒരു കഥാപാത്രത്തെ കിട്ടാൻ പിന്നെ ഒരു കൊല്ലം കൂടെ കഴിയേണ്ടി വന്നു. അപ്പോൾ ഈ 6 ചിത്രങ്ങളിൽ 5 ചിത്രങ്ങൾ, അത് ഒന്ന് സ്ത്രീ എന്ന് തന്നെയാണ് പേര്, ഒരു ചിത്രത്തിൻ്റെ പേര് സ്ത്രീ എന്ന് തന്നെയാണ്. പിന്നെ ചേച്ചി എന്ന് പേരുണ്ട്, പിന്നെ പ്രസന്ന, അങ്ങനെ ഉള്ള പേരുകളാണ്. കൂട്ടത്തിൽ ഒരെണ്ണം ഒരു പുരുഷനാമധേയമാണ്. അത് ശശിധരൻ എന്ന സിനിമയാണ് പുരുഷൻ്റെ നാമത്തിലുള്ള ഒരു ചിത്രം. അപ്പോൾ ഈ 50കളിലെ സിനിമകളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് പിൽക്കാലത്ത് മലയാള സിനിമയിൽ സ്ഥാനം നേടിയ പല നടീനടന്മാരുമൊക്കെ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് ഈ സിനിമകളിലൊക്കെ കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തിക്കുറിശ്ശി സുകുമാരൻ നായർ, അദ്ദേഹം സ്ത്രീ എന്ന ചിത്രത്തിലൂടെയാണ് വരുന്നത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാലത്തെ വളരെ പ്രസിദ്ധമായ ഒരു നാടകമായിരുന്നു. നാടകരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൻ്റെ കഥയും സംഭാഷണവും എല്ലാം രചിച്ചിരിക്കുന്നത് തിക്കുറിശ്ശി തന്നെയാണ്. ആർ വേലപ്പൻ നായരാണ് സംവിധായകൻ. തിക്കുറിശ്ശി അതിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ തിക്കുറിശ്ശി നായകനായിട്ട് വരുന്നു. പിന്നെ ശശിധരൻ എന്ന ചിത്രത്തിലൂടെ കൊട്ടാരക്കര ശ്രീധരൻ നായർ നായകനായിട്ട് വരുന്നുണ്ട്. ഈ ശശിധരൻ എന്ന ചിത്രത്തിൽ തന്നെ ആറന്മുള പൊന്നമ്മ വരുന്നുണ്ട്. അങ്ങനെ അതുവരെ പ്രത്യേകിച്ച് നടീനടന്മാരൊന്നും സ്ഥിരമായിട്ട് മലയാളത്തിന് ഇല്ലായിരുന്നുവെങ്കിൽ ഈ 1950 ചിത്രങ്ങളിലൂടെയാണ് ഏറ്റവും കൂടുതൽ പിൽക്കാലത്ത് അറിയപ്പെടുന്ന പല നടീനടന്മാരും രംഗത്ത് വരികയും
അവർ ദീർഘകാലം മലയാള സിനിമയിൽ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു 1950 പ്രത്യേകത. പൊതുവേ കോളേജിൽ വളരെ രസകരമായി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിലും അക്കാലത്ത് ഒരു ക്ലാസ്സിൽ ഞാൻ മുടങ്ങാതെ കയറുമായിരുന്നു. ആ ഒരു ക്ലാസ് കട്ട് ചെയ്യാതെ നോക്കും. അത് മലയാളം ക്ലാസ്സാണ്. അതിനൊരു കാരണമുണ്ട്. ഒരു ദിവസം ഞങ്ങളെ ക്ലാസ്സൊക്കെ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഒരിക്കൽ ഞാൻ ക്ലാസ്സിലിരുന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിൽ നിന്ന് ഈ കോളേജിലേക്ക് വരുന്ന വഴി കാണാം. ആ വഴിയിലൂടെ വെള്ള വസ്ത്രം ധരിച്ച്, വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ധരിച്ച്, കയ്യിൽ ഒരടുക്ക് പുസ്തകങ്ങൾ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ച്, മറ്റേ കയ്യിൽ ഒരു കാലൻ കുടയുമായിട്ട് ഒരാൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ചുരുണ്ട മുടിയാണ്. ആളിങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നെനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി. മലയൻകീഴ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ആനിവേഴ്സറിക്ക് 3 സാഹിത്യകാരന്മാരെ പ്രസംഗിക്കാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഈ സ്കൂൾ കോളേജ് വാർഷികങ്ങളും നമ്മുടെ കലാസമിതി വാർഷികങ്ങൾ, ഇതിലൊക്കെ വലിയ താര സാന്നിധ്യം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരാണ്. ഏറ്റവും വളരെ പ്രസിദ്ധരായിട്ട് കൊണ്ടുവരുന്നത് സാഹിത്യകാരന്മാരെയാണ്. ഇന്നിപ്പോൾ ആ സ്ഥിതി മാറി. ഇന്ന് സിനിമാ താരങ്ങളെ കിട്ടുമെന്നാണ് നോക്കുക. സിനിമാ താരങ്ങളെ കിട്ടിയില്ലെങ്കിൽ സീരിയൽ താരങ്ങളായാലും മതി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ മറ്റുള്ളവർക്ക്. സാഹിത്യകാരന്മാർക്കൊക്കെ ഇപ്പോൾ ആ തരത്തിൽ ഈ കലാസമിതി വാർഷികങ്ങളിലുമൊക്കെ ഉള്ള ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവർക്ക് അവരുടേതായ സാഹിത്യപരമായ പരിപാടികളിൽ മാത്രമേ ഇപ്പോൾ അവസരം കിട്ടുന്നുള്ളൂ. അല്ലാതെ മറ്റ് പല പരിഗണനകളിലും വേറെ ചിലർക്കൊക്കെ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവാം. എങ്കിലും പൊതുവായ ഒരു സ്ഥിതിവിശേഷം അതാണ്. ഇന്നിപ്പോൾ കൂടുതൽ ഈ പ്രാധാന്യം എന്ന് പറയുന്ന ആളുകൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് താരങ്ങളെ, സിനിമാ താരങ്ങളായാലും ടി വി താരങ്ങളായാലും, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്കൂളിലൊക്കെ, അന്ന് സ്കൂൾ വാർഷികങ്ങളിലൊക്കെ തീർച്ചയായും സാഹിത്യകാരന്മാരെ കൊണ്ടുവരാനുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് പലർക്കും പരിചയങ്ങൾ കുറവായിരുന്നതുകൊണ്ട് വലിയ സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് ചിലപ്പോൾ കീഴേക്കിടയിലുള്ള സാഹിത്യകാരന്മാരും ആക്കാം. എങ്കിലും സാഹിത്യകാരന്മാർ വേണം എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു നിർബന്ധം. അപ്പോൾ അങ്ങനെ ഒരു വർഷം ഞങ്ങളുടെ സ്കൂളിലെ വാർഷികത്തിന് 3 സാഹിത്യകാരന്മാർ പ്രസംഗിക്കാനുണ്ടായി. അതിൽ ഒരാളുടെ പ്രസംഗം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ മനസ്സിൽ തങ്ങി നിന്നു. അദ്ദേഹം ചില കഥകൾ പറയുകയും ചില കവിതകൾ ചൊല്ലുകയും അങ്ങനെ സാഹിത്യത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുകയും, അതെത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം താൻ സംസാരിക്കുന്നതിൽ തന്നെ അങ്ങനെ മുഴുകി വളരെ ആത്മാർത്ഥതയോടെ പ്രസംഗിക്കുകയാണ്. പക്ഷേ ആ പ്രസംഗം ശരിക്കും ഉൾക്കൊണ്ട ഒരാളെങ്കിലും ആ സദസ്സിലുണ്ടായിരുന്നു. അത് ഞാനായിരുന്നു. ഞാനിങ്ങനെ വളരെ ആകാംക്ഷയോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് സംസ്കൃത കോളേജിലെ ക്ലാസ് റൂമിലിരുന്ന് ആ റോഡിലേക്ക് നോക്കുമ്പോൾ നടന്നു വരുന്നതായിട്ട് കണ്ട ആൾ അന്ന് മലയൻകീഴിലെ വാർഷികത്തിന് പ്രസംഗിച്ച ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ വളരെ ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് എം കൃഷ്ണൻ നായർ എന്ന പേര് തെളിഞ്ഞു വരികയും ചെയ്തു. സാഹിത്യവാരഫലത്തിലൂടെ പിൽക്കാലത്ത് ധാരാളം വായനക്കാരെ സമ്പാദിച്ച എം കൃഷ്ണൻ നായരായിരുന്നു അത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. കാരണം എന്തായാലും അദ്ദേഹം എന്നെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്ലാസ്, വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലാസ് ഉണ്ടാവുമല്ലോ. കാരണം അന്ന് ആ പ്രസംഗം കേട്ടതിൻ്റെ ഓർമ്മയിലാണ്. അങ്ങനെ അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം വളരെ സാഹിത്യ നിർഭരമായ പ്രസംഗമാണ് ചെയ്തത്.
കുട്ടികളൊക്കെ വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അതിനുശേഷം ആ, ഹിന്ദി എടുത്തിട്ടുള്ള കുട്ടികളും ചിലപ്പോൾ ഈ മലയാളം ക്ലാസ്സിൽ വന്നിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആര് വന്നു ആര് പോയി എന്നുള്ളതൊന്നും പ്രശ്നമല്ല. വന്നാലുടനെ തന്നെ സംസാരം തുടങ്ങും. അത് പറയാനുള്ളതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകും. അപ്പം വളരെ രസകരമായ ക്ലാസ്സായിരുന്നു അത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് അദ്ദേഹം ഈ പത്രങ്ങളിൽ തുടർക്കഥ വരുന്നത് പോലെ ഒരു തുടർക്കഥ തന്നെ അവിടെ അവതരിപ്പിച്ചിരുന്നു. അത് പാവങ്ങളായിരുന്നു. പാവങ്ങളുടെ കഥ അദ്ദേഹം ഓരോ എപ്പിസോഡായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് പഠിക്കാനുള്ള ആ പാഠഭാഗം ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ട് ഈ കഥ അദ്ദേഹം പറയും. പിന്നെ മറ്റേ ചില കവിതകളുമൊക്കെ ചൊല്ലിയിട്ടായിരിക്കും ക്ലാസ് അവസാനിക്കുക. വളരെ ആകാംക്ഷയോടെ കേട്ട, ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ്സായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ സിനിമയ്ക്കും മറ്റ് സമയങ്ങളിലാണ് സിനിമയ്ക്ക് പോയിക്കൊണ്ടിരുന്നതും ഒക്കെ. അപ്പം ഈ സ്കൂളിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പ്രീ ഡിഗ്രിയിലെ ഈ ക്ലാസ്സിലും സിനിമാ പ്രേമികളായ ധാരാളം കുട്ടികളുണ്ടായിരുന്നു. അതിൽ ഒരാൾ അടൂർ ഭാസിയുടെ വലിയ ആരാധകനായിരുന്നു. അദ്ദേഹം അടൂർ ഭാസി ഇല്ലാത്ത സിനിമ കാണില്ല. അടൂർ ഭാസിയുടെ സിനിമ കണ്ട് അത് അനുകരിക്കുകയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിനോദം. അപ്പം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു വലുതാവുമ്പം ചിലപ്പോൾ ഇദ്ദേഹം ഒരു സിനിമാ നടനായി മാറുമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം മുതിർന്നപ്പോൾ സിനിമാ നടനായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുജൻ സിനിമാ നടനായി. അദ്ദേഹം വളരെ വലിയ കോമഡി വേഷങ്ങൾ തന്നെ ചെയ്യുകയും ചെയ്തു. അറിയപ്പെടുന്ന ഒരു കോമഡി നടനായി മാറി. കൊച്ചുപ്രേമനായിരുന്നു അത്. കൊച്ചുപ്രേമൻ്റെ ചേട്ടനായിരുന്നു എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ശ്രീകുമാർ. അപ്പം ശ്രീകുമാറിനെ പിന്നീട് ഞാൻ കുറച്ച് സിനിമകൾ ചെയ്യുകയും സീരിയൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൊച്ചുപ്രേമൻ സഹകരിപ്പിച്ചിട്ടുണ്ട്. ധാരാളം എൻ്റെ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ശ്രീകുമാറിനെ കുറിച്ച് ആലോചിക്കും. എന്നാൽ ശ്രീകുമാറിനെ വിളിക്കാൻ തോന്നില്ല. കാരണം ശ്രീകുമാറിന് യാതൊരു താല്പര്യവും കാണിച്ചിട്ടില്ല. എന്നെ കാണുന്നുണ്ട്, കണ്ടാലും അഭിനയിക്കണമെന്ന്. എന്നാലും ഞാൻ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും അദ്ദേഹത്തിന് റോള് കൊടുത്തു നോക്കണമെന്നൊക്കെ. പക്ഷേ പുള്ളി ഒതുങ്ങി മാറിപ്പോയിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അച്ഛൻ പ്രശസ്തനായ ഒരു ജ്യോതിഷിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ അന്തിയൂർക്കോണം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വഴി പിന്തുടർന്ന് ഒരു ജ്യോതിഷിയായി മാറുകയാണ് ശ്രീകുമാർ ചെയ്തത്. അതേസമയം കൊച്ചുപ്രേമൻ നാടകങ്ങളിൽ അഭിനയിക്കുകയും പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിച്ച് രംഗത്ത് വരികയും പിന്നീട് സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ വരികയാണ് ചെയ്തത്. അപ്പോൾ അന്നങ്ങനെ എൻ്റെ ക്ലാസ്സിലുള്ള മറ്റൊരു വിശേഷം എന്ന് പറയുന്നത്, ഈ അന്തിയൂർക്കോണം സ്കൂളിലെ സിനിമ എന്ന് പറയുന്ന വർത്തമാനങ്ങളിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ ഇവിടെ ഈ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ കാണാനുള്ള അവസരമുണ്ടായി. അന്ന് ധാരാളം സിനിമാ പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമാ പ്രസിദ്ധീകരണങ്ങളൊന്നും വിശ്വസിച്ച് നമുക്ക് വായിക്കാൻ പറ്റില്ല. മിക്കതും ടാബ്ലോയിഡ് സൈസിലാണ്. ഒരു 8 പേജ് കാണും. ഇതിൻ്റെ ആദ്യത്തെ പേജിൽ സെൻസേഷണലായ എന്തെങ്കിലും ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പല ഈ സിനിമാ വാരികകളിലും അശ്ലീല കഥകളാണ് കൂടുതൽ. അത് സിനിമയൊന്നും ആവണമെന്നില്ല, എന്തെങ്കിലും അശ്ലീല കഥകളുണ്ടാകും. കൂട്ടത്തിൽ കുറച്ച് സിനിമാ വാർത്തകളും കാണും, കുറേ ഗോസിപ്പുകളും കാണും. ഇങ്ങനെയായിരുന്നു അക്കാലത്തെ സിനിമാ പ്രസിദ്ധീകരണങ്ങളൊക്കെ. അപ്പോൾ ആ സിനിമാ പ്രസിദ്ധീകരണങ്ങളുടെ ആരാധകരായ ചില കുട്ടികളും ഉണ്ടായിരുന്നു. ഇവരൊക്കെ ക്ലാസ്സിൽ ഇത് കൊണ്ടുവന്നിട്ട് അവരുടെ ബനിയൻ്റെ അടിയിലായിട്ട് തോളിച്ച് വെച്ച് കൊണ്ട് നടക്കും. ചിലപ്പോൾ വായിക്കും. ഇതിലെ ഈ അശ്ലീല കഥകളൊക്കെ ഇവർ കൂട്ടം കൂടി ഇരുന്ന് വായിക്കുന്ന കാണാം. അപ്പം ഞാൻ ഇവരുടെ നിന്ന് ഇത് വാങ്ങി നോക്കാറുണ്ട്. എനിക്ക് ഈ സിനിമയായിരുന്നു താല്പര്യം. സിനിമയിലെ വാർത്തകളൊക്കെ കുറച്ചെങ്കിലും അതിലൊക്കെ ഉണ്ടാവുമല്ലോ, ആ വാർത്തകളൊക്കെ വായിക്കുന്നു. അങ്ങനെ ആണ് ഈ സംസ്കൃത കോളേജിൽ വെച്ച് സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ, സിനിമാ സാഹിത്യം, സിനിമാ പ്രസിദ്ധീകരണങ്ങൾ, ഇതുമായിട്ടൊക്കെയുള്ള ആദ്യത്തെ ബന്ധമുണ്ടാകുന്നത്. അപ്പം
കൃഷ്ണൻ നായർ സാറിന് ഇത്രയേറെ ആരാധനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ സാറിനോട് എനിക്കൊരല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതെങ്ങനെയെന്ന് വെച്ചാൽ, അദ്ദേഹം ബഷീറിനെ കുറിച്ച്, വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേക്ക് ബഷീറിൻ്റെ ഒരു ആരാധകനായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേക്ക് തകഴി, ദേവ്, എസ് കെ പൊറ്റക്കാട്, ബഷീർ ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ എന്നെ ആകർഷിച്ചത് ബഷീറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്തെ പ്രധാന ദിവ്യനൊക്കെ വായിച്ചിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ പോകുമ്പോൾ അതിലെ കഥാപാത്രങ്ങളുടെ ഒരു മുദ്രാവാക്യം വിളിയുണ്ടല്ലോ, ഹലി ഹലിയോ ഹലി ഹുലാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്കെ പറഞ്ഞിട്ടൊക്കെ പോകും. അത് ഞാനിങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന കേൾക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം വളരെ ഇൻട്രോവർട്ടായ, വലുതായിട്ട് സംസാരിക്കാത്ത ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചു പറയുന്നത്, അത് ഞാൻ അപ്പോൾ വായിച്ചതിൻ്റെ ആവേശത്തിൽ വിളിക്കുന്നതായിരിക്കും. പിള്ളേരുടെ പുറകെ നടന്നിട്ട് അതുപോലെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ബഷീറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഇഷ്ടം കൊണ്ടാണ് പിൽക്കാലത്ത് ഞാൻ സിനിമാ നിരൂപണം ധാരാളം എഴുതിയെങ്കിലും സാഹിത്യ നിരൂപണം അങ്ങനെ എഴുതിയിട്ടില്ല. പക്ഷേ ഒരു സാഹിത്യകാരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്, ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ. അതിന് കാരണം ഈ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളോട് തോന്നിയ ഒരു ആഭിമുഖ്യമാണ്. അപ്പോൾ അങ്ങനെ എം കൃഷ്ണൻ നായർ സാർ ഒരു ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ബഷീറിനെ കുറിച്ച് കുറച്ച് മോശമായിട്ടൊക്കെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബാല്യകാല സഖി എന്ന ആ നോവലുണ്ട്, ശുദ്ധ മോഷണമാണ്. ന്യൂട്ട് ഹാംസൺ എന്ന നോർവീജിയൻ ഓതറുടെ വിക്ടോറിയ എന്ന നോവലിൻ്റെ മോഷണമാണത് എന്ന് പറഞ്ഞു. അപ്പം സാറ് പറയുന്ന എല്ലാം പിടിക്കാറുണ്ടെങ്കിലും എനിക്ക് ഇത് അങ്ങോട്ട് ദഹിച്ചില്ല. അന്ന് ക്ലാസ് വിട്ടപ്പോൾ ഞാൻ പബ്ലിക് ലൈബ്രറിയിലേക്ക് ഓടി ഈ വിക്ടോറിയയ്ക്ക് വേണ്ടി തിരഞ്ഞു. ഭാഗ്യവശാൽ ഒരു കോപ്പി അവിടെ ഉണ്ടായിരുന്നു, എനിക്കത് കിട്ടി. ബൈൻഡ് ചെയ്ത ഒരു കോപ്പിയായിരുന്നു. അപ്പം ഞാൻ അതപ്പോൾ തന്നെ എടുത്തു, കയ്യോടെ ആ പുസ്തകം എടുത്തു, വീട്ടിൽ കൊണ്ടുപോയി അത് വായിച്ചു. ഇപ്പോഴും എനിക്കത് അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം മിക്കവാറും ഒരു രാത്രി കൊണ്ട് തന്നെ ഞാനത് വായിച്ച് തീർന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് പുസ്തകമാണെന്ന് ഓർക്കണം. കാരണം ഇംഗ്ലീഷ് ഞാൻ ഒട്ടും കൈകാര്യം ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ സംസ് കോളേജിൽ പോകുമ്പോഴും അവിടെ ഇംഗ്ലീഷ് അധികം വരുന്നില്ല, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. അതുകൊണ്ട് ഇംഗ്ലീഷ് എനിക്കത്ര വഴങ്ങുന്ന ഒന്നല്ല. പക്ഷേ എന്നാൽ പോലും ഈ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പോഴും നിരന്തരമായിട്ട് സാഹിത്യകൃതികൾ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. അതിൽ ഈ വിക്ടോറിയ അത്രയും താല്പര്യമുള്ളത് കൊണ്ടാണ് വായിച്ചു തീർത്തപ്പോൾ എനിക്ക് ബോധ്യമായൊരു സംഗതി, വിക്ടോറിയയുടെ അനുകരണമല്ല ഈ ബാല്യകാല സഖി. മോഷണമല്ലേ അല്ല. അപ്പോൾ അതൊരു ബാല്യകാല പ്രണയം ആണെന്നുള്ള ഒരു ബന്ധമാണത് ഉള്ളത്. പിന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷ സൃഷ്ടി, ന്യൂട്ട് ഹാംസൻ്റെ ഒരു അന്തരീക്ഷ സൃഷ്ടിക്ക് ഒരു മായിക വശ്യതയുണ്ട്. അത് ബഷീറിനുമുണ്ട് പല കൃതികളിലും. ഇപ്പോൾ അതിൻ്റെ ഉപ്പുവാക്കൊരാന ഉണ്ടായിരുന്നെങ്കിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിലൊക്കെ ഒരു മാന്ത്രികതയുണ്ട്. അപ്പോൾ അത് ന്യൂട്ട് ഹാംസൻ്റെ കൃതികളിൽ മറ്റ് കൃതികളിലും ഉണ്ട്. പാൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ വേഫെയറേഴ്സ് തുടങ്ങിയ കൃതികളിലൊക്കെ കാണാം. അപ്പോൾ അതിനുശേഷം ന്യൂട്ട് ഹാംസൻ്റെ പുസ്തകങ്ങളൊക്കെ കയ്യിൽ കിട്ടുന്നതൊക്കെ ഞാൻ എടുത്ത് വായിക്കും. ഏതായാലും ഈ പ്രീ ഡിഗ്രിക്കോ പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലോ ഒന്നും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത്, വളരെ കാലത്തിന് ശേഷം, ഞാൻ ഈ ചിത്രഭൂമിയിൽ സിനിമയുടെ ഒരു കോളം കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഹംഗേറിയൻ സിനിമ, ഒരു ബാല്യകാല പ്രണയത്തിൻ്റെ കഥയുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഈ ബാല്യകാല പ്രണയം എന്ന് പറയുന്നത് നോവലുകളിലെയും സിനിമകളിലെയും ഒക്കെ ആവർത്തിച്ച് വരാറുള്ള ഒരു പ്രമേയമാണ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഈ സംഭവം എഴുതി. അതായത് വിക്ടോറിയയും ബാല്യകാല സഖിയും. എന്നിട്ട് എൻ്റെ അധ്യാപകൻ ചെയ്തത് തെറ്റായിരുന്നു, അത് ഒട്ടും ശരിയല്ല, അങ്ങനെ ഒരു മോഷണമല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതിയിരുന്നു. അപ്പോൾ അത് സിനിമാ വാരികയായതുകൊണ്ട്
കൃഷ്ണനാഥ് സാർ അത് വായിക്കില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഒരു ധൈര്യത്തിൽ എഴുതിയത്. പക്ഷേ ഇത് ഈ കമ്പോളത്തിലിറങ്ങി അടുത്ത ദിവസം രാവിലെ കൃഷ്ണനാഥ് സാർ എന്നെ ഫോണിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു ഉപകർത്താവിനെ നിന്ദിക്കരുത് എന്നാണ്. എന്നിട്ട് ആവർത്തിച്ച് പറഞ്ഞു അത് മോഷണം തന്നെയാണ്. ഇത് വാസ്തവത്തിൽ ഞാനിത് എഴുതുമ്പോഴേക്ക് അദ്ദേഹം അത് പറഞ്ഞ കാലം വളരെ അകലെയാണ്. ഞാനൊരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ്, ഓർമ്മയിൽ നിന്ന് എഴുതുകയായിരുന്നു. അപ്പോൾ അത് മോശമാണെന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫോൺ വെച്ചത്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം, വീണ്ടും വർഷങ്ങൾ പലത് പോയപ്പോൾ അദ്ദേഹം ബഷീറിനെ കാണാൻ പോവുകയും താൻ അന്ന് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുകയും ചെയ്തു. അതായത് വിക്ടോറിയയുടെ മോഷണമല്ല ബാല്യകാലസഖി എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു എന്ന് വായിച്ചപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി എനിക്ക്. കാരണം എനിക്ക് തെറ്റിയില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സുകൾ പലതരത്തിൽ കുറച്ചൊക്കെ കുറേ ബോറടിച്ചെങ്കിലും അതിൻ്റെ കൂടെ ഈ തരത്തിൽ സിനിമകൾ കാണാനും സിനിമയെക്കുറിച്ച് കൂടുതൽ വായന നടത്താനും ഒക്കെയുള്ള അവസരങ്ങൾ കിട്ടി. അപ്പോൾ മലയാള സിനിമയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഈ 1980 6 മലയാള സിനിമകൾ വന്ന ശേഷം പിന്നെ അടുത്ത വർഷമായപ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു വളരെ വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായി. ഒരു സംഭവം എന്ന് പറയാവുന്ന ഒരു കാര്യം ഉണ്ടായി, ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്ന ഒന്നുണ്ടായി. അത് ജീവിതനൗക എന്ന സിനിമയുടെ വരവായിരുന്നു. 1951 2 ചിത്രങ്ങൾ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട്. അതിൽ ഒന്ന് ജീവിതനൗകയാണ്, മറ്റേത് നവലോകമാണ്. നവലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു സ്ത്രീ കഥാപാത്രം വളരെ തൻ്റെ ഇടത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. ഈ 2 ചിത്രങ്ങളിലും നായകൻ ഒരാൾ തന്നെയാണ്, അത് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ്. ഈ ഒരു സമയത്ത് അദ്ദേഹം സൂപ്പർ താരമാകുന്ന അങ്ങനെയാണ്. കാരണം സ്ത്രീയിൽ നായകനായിട്ട് വന്നു, അതിനെ തുടർന്ന് നവലോകത്തിലും ജീവിതനൗകയിലും ഒക്കെ അദ്ദേഹം നായകനായി പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പം ജീവിതനൗകയിലെ തിക്കുറിശ്ശിയുടെ ആ ഇമേജ് അല്ല നവലോകത്തിലുള്ളത്. കാരണം നവലോകത്തിൽ ഒരു തന്നിഷ്ടക്കാരനാണ്, ദുർവൃത്തനാണ്. പക്ഷേ ശക്തയായ ആ സ്ത്രീ കഥാപാത്രത്തിൻ്റെ മുമ്പേ, തൻ്റെ ഭാര്യയുടെ മുമ്പേ തലതാഴ്ത്തേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അതിലെ നവലോകം, പുതിയ ലോകത്തിൻ്റെ സൃഷ്ടിയാണ് അതിൽ കാണിക്കുന്നത്. അപ്പം ഈ തരത്തിൽ ഒരു സിനിമ രൂപപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. അന്ന് നമ്മളെ സാഹിത്യകാരന്മാരൊക്കെ സിനിമയിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയ കാലമാണല്ലോ. അപ്പം ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് പൊൻകുന്നം വർക്കിയാണ്. പൊൻകുന്നം വർക്കി ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം പള്ളിക്കെതിരായിട്ടൊക്കെ കഥകൾ എഴുതുകയും അതുവഴി മതപുരോഹിതന്മാരുടെ വിദ്വേഷം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്ത ആളാണ്. വളരെ പുരോഗമന ചിന്തയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയായതിൻ്റെ പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്, ഈ നവലോകം എന്ന ചിത്രത്തിനുണ്ട്. അപ്പോൾ നവലോകത്തെ പോലെയല്ല ജീവിതനൗക വളരെ നമ്മൾ അതുവരെ കണ്ടുവന്ന പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഉള്ള ഒരു ചിത്രമാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടാനിടയായി. അപ്പോൾ അന്നത്തെ മലയാള സിനിമകളുടെ ഒരു പൊതു സ്വഭാവം നമുക്ക് ഈ ജീവിതനൗകയിൽ കാണാം. അതെന്താണെന്ന് വെച്ചാൽ, സിനിമയായാൽ ഒരു ചെറിയ കഥ പോരാ എന്നുള്ളൊരു ധാരണയാണ്. ഇപ്പം ലോക സിനിമ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലോക സിനിമയിലെ ഈ ക്ലാസിക്കുകൾ എന്നൊക്കെ പറയുന്നത് അത്ര നീണ്ട കഥകളൊന്നുമല്ല. പുഡോഫ്കിനൊക്കെ അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു നീണ്ട ചെറുകഥ എന്നാണ് അവർ പറയുന്നത്. ചെറുകഥയേക്കാൾ കൂടുതൽ വലുതാണ്, എന്നാലൊരു വലിയ നോവലിൻ്റെ പരപ്പ് അതിനുണ്ടാവുകയുമില്ല. അപ്പോൾ ഒരു നീണ്ട ചെറുകഥ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അവരൊക്കെ ഈ സിനിമയെ സമീപിച്ചിട്ടുള്ളത്. പക്ഷെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം
ഇത് വളരെ നീണ്ട കഥയാണ് അവർക്ക് ആവശ്യം. അതായത് നോവലിലൊക്കെ ഉള്ളതുപോലെ ധാരാളം കഥാ വഴിത്തിരിവുകളൊക്കെയുള്ള കഥാവസ്തുക്കളാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇവിടുത്തെ പ്രേക്ഷകന് ആവശ്യം അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾക്ക് 3 മണിക്കൂറെങ്കിലും, മിനിമം 3 മണിക്കൂറൊക്കെ നീളം കാണും. 3 മണിക്കൂർ നീളമുള്ള ഈ സിനിമയിൽ ധാരാളം പാട്ടുകളുണ്ടാവും. അപ്പോൾ ഒരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ അക്കാലത്ത് സിനിമ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഉത്സവപ്പറമ്പുകളെ റീപ്ലേസ് ചെയ്യുകയാണ് ഈ സിനിമകളെന്ന് പറയാം. ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന എല്ലാ വിനോദങ്ങളും അവർക്കൊരു സിനിമയിൽ നിന്ന് കിട്ടണം. ഉത്സവപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഗാനമേളയാണെങ്കിൽ ഗാനമേളയുണ്ട്, കഥാപ്രസംഗമുണ്ട്, നാടകമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വിവിധ കലാപരിപാടികൾ ഇതിൽ കിട്ടുന്നു, ഒരു സിനിമയിൽ നിന്ന് കിട്ടുന്നു. സിനിമയിൽ നമ്മൾ നോക്കിയാലും പാട്ടുകളുണ്ട്, പിന്നെ ഹാസ്യകലാപ്രകടനമുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പല ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. പിന്നെ സംഘട്ടനമുണ്ട്. ഗുസ്തി അന്നത്തെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ആ ഗുസ്തിയെ ഓർമ്മിപ്പിക്കുന്ന സംഘട്ടന രംഗങ്ങൾ എല്ലാ സിനിമകളിലും ഉണ്ട്. ഇതിനൊക്കെ പുറമേ ജീവിതനൗകയിലൊരു പുതിയ പരിഷ്കാരം കൂടെ കൊണ്ടുവന്നു. അന്തർനാടകം എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. എന്നാൽ അന്തർനാടകം എന്ന് വെച്ചാൽ ഈ സിനിമ പ്രധാന കഥ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്കൊരു സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് വേറൊരു സമൂഹത്തിൽ നിന്നുള്ള, വേറൊരിടത്തു നിന്നുള്ള ഒരു കഥ അന്തർനാടകമായിട്ട് കാണിക്കുക. അങ്ങനെ ജീവിതനൗകയിൽ അന്തർനാടകമായിട്ട് വരുന്നത് മഗ്ദലന മറിയത്തിൻ്റെ കഥയാണ്. ഇതുപോലെ അപ്പോൾ അത് ഹിന്ദു പശ്ചാത്തലത്തിലുള്ള കഥയായതുകൊണ്ടാണ് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു അന്തർനാടകം വരുന്നത്. അതേസമയം കുറേ കാലം കഴിഞ്ഞ് കടലമ്മ എന്ന ഒരു സിനിമ വരുമ്പോഴേക്ക് അത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ്. അതിൽ അന്തർനാടകമായിട്ട് വരുന്നത് പരാശരൻ്റെ കഥയാണ്. അത് ഒരു അന്തർനാടകമായിട്ട് ഒരു നീണ്ട ഒരു ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടി വരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അന്തർനാടകം കൂടെ ഘടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രേക്ഷകരെയും ഈ ചിത്രം ആകർഷിച്ചെടുത്തു. ഈ ജീവിതനൗകയിൽ അങ്ങനെ വളരെ നീണ്ട ഒരു കഥാവസ്തു, മനുഷ്യരെ പിടിച്ചിരുത്തുന്ന പലതരം വികാര വിക്ഷോഭങ്ങൾ, പിന്നെ സംഭാഷണങ്ങൾ, അതെല്ലാം കൊണ്ടും അന്തർനാടകമായാലും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു 3 മണിക്കൂർ നമ്മളൊരു ഉത്സവപ്പറമ്പിൽ ചിലവാക്കുന്നത് പോലെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ട് പ്രേക്ഷകന് ഇത് കാണുവാൻ പറ്റുന്നു. അങ്ങനെ ജീവിതനൗക ധാരാളം ആളുകൾ കാണുന്നു. കളക്ഷൻ്റെ കാര്യത്തിൽ അന്നോളമുള്ള എല്ലാ റെക്കോർഡുകളും അത് ഭേദിക്കുകയാണ്. ഒരു വർഷത്തോളം തന്നെ തുടർച്ചയായിട്ടൊരു തിയേറ്ററിൽ കാണിക്കാൻ കഴിയുന്ന സിനിമയാണ് ഈ ജീവിതനൗക. അതിൻ്റെയും കഥയും സംഭാഷണവും ഒക്കെ എഴുതിയിരിക്കുന്നത് മുതുകുളം രാഘവൻ പിള്ളയാണ്. പിന്നെ അഭയദേവാണ് സംഗീത സംവിധായകനായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ജീവിതനൗകയോടെ മലയാളത്തിലിറങ്ങുന്ന ഒരു സിനിമയ്ക്കും ഏറ്റവും സാമ്പത്തിക വിജയം നേടാൻ കഴിയും എന്നൊരു ധാരണ ഉണ്ടാവുകയാണ്. അതോടെ വളരെയേറെ ചലനാത്മകമായി മലയാള സിനിമ. അപ്പോൾ അന്ന് സൂപ്പർ താരമായി വന്ന നായകൻ തിക്കുറിശ്ശി സുകുമാരൻ നായർ, പക്ഷെ ഒരു വർഷം കഴിയുമ്പോഴേക്ക് അദ്ദേഹം പുറകിലേക്ക് മാറേണ്ടി വന്നു. നായക വേഷങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി സ്വഭാവ നടൻ്റെ ഇതിലേക്ക് വരേണ്ടി വന്നു. അച്ഛൻ വേഷങ്ങളിലേക്കും ചേട്ടൻ്റെ വേഷത്തിലേക്കും വരേണ്ടി വന്നു. അത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു നായകനല്ലാതായത്? അതിനൊരു കാരണമുണ്ട്. 1952 ആകുമ്പോൾ 2 നടന്മാർ നായകന്മാരായി രംഗപ്രവേശം ചെയ്യുകയാണ്. ഈ 2 നടന്മാരും വെറും നായകന്മാരായിരുന്നില്ല. പിന്നെ എത്രയോ വർഷക്കാലം മലയാളത്തിലെ സ്ഥിരം നായകന്മാരായിരുന്നു അവർ. ആ 2 നായക നടന്മാരാണ് മലയാള സിനിമയുടെ ഒരു ഭാഗധേയത്തെ തന്നെ നിർണയിച്ചിരുന്നത്. ആ 2 പേർ, ഒരാൾ സത്യൻ, മറ്റേ ആൾ പ്രേം നസീർ.
രണ്ടുപേരും രംഗത്ത് വരുന്ന 1952 മെരിലാൻഡ് നിർമ്മിച്ച ആദ്യ ചിത്രമായ ആത്മസഖിയിലൂടെയാണ് സത്യൻ രംഗത്ത് വരുന്നത്. മരുമകൾ എന്ന ചിത്രത്തിലൂടെ പ്രേം നസീർ രംഗത്ത് വരുന്നു. ഈ മരുമകളിലൂടെ ഒരു പുതിയ നായികയും രംഗത്ത് വരുന്നുണ്ട്. അത് നെയ്യാറ്റിൻകര കോമളമാണ്. നെയ്യാറ്റിൻകര കോമളം വളരെ കാലമൊന്നും സിനിമയിൽ നിലനിന്നില്ലെങ്കിലും കുറേ സിനിമകളിൽ നായികയായിട്ടൊക്കെ അഭിനയിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യ നായിക, പ്രേം നസീറിൻ്റെ ആദ്യ നായിക എന്നൊരു ബഹുമതിയാണ് അവർക്കുള്ളത്. അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങൾ, അപ്പോൾ യഥാർത്ഥത്തിൽ 1952 ഈ ചിത്രങ്ങൾ പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഇരുന്നതാണ്. അത് കെ ബാലകൃഷ്ണനാണ് ആ സിനിമ നിർമ്മിക്കാൻ എന്നത്. അതായത് കൗമുദി പത്രാധിപരായ സാക്ഷാൽ കെ ബാലകൃഷ്ണൻ. അപ്പോൾ ബാലകൃഷ്ണൻ്റെ ആ സിനിമയിൽ സത്യനും പ്രേം നസീറും അഭിനയിക്കേണ്ടിയിരുന്നതാണ്. പക്ഷെ ആ സിനിമ പുറത്തിറങ്ങിയില്ല. സത്യനേശൻ എന്നായിരുന്നു സത്യൻ്റെ പേര്. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അത് സത്യൻ എന്ന് ചുരുക്കി. അതുപോലെ അബ്ദുൾ ഖാദർ ആണ് സിനിമയ്ക്ക് വേണ്ടി പ്രേം നസീറായത്. അബ്ദുൾ ഖാദർ പ്രേം നസീർ ആവുന്നത് തിക്കുറിശ്ശിയുടെ ഒരിടപെടലുകൊണ്ട് കൂടിയാണ്. കാരണം മലയാള സിനിമയിൽ പലർക്കും പേരുകൾ മാറ്റി കൊടുത്തിട്ടുള്ളത് തിക്കുറിശ്ശിയാണ്. അദ്ദേഹം ആണ് പ്രേം നസീറിൻ്റെ പേര് മാറ്റിയത്. അത് പ്രേം നസീറിൻ്റെ സഹോദരൻ പ്രേം നവാസിനെ പേര് മാറ്റിയത്. പിന്നീട് കുഞ്ഞാലു എന്ന ആളെ ബഹദൂറാക്കി മാറ്റിയത് അതൊക്കെ തിക്കുറിശ്ശി ആണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രേം നസീർ ഒരു സ്ക്രീൻ പേര് സ്വീകരിച്ചുകൊണ്ട് അഭിനയിക്കാൻ തുടങ്ങി. സത്യൻ, ഇവർക്ക് രണ്ടുപേർക്കും ധാരാളം ആരാധകരുണ്ടായി. അവരുടെ സിനിമകൾ കാണാൻ ആളുകളുണ്ടായി. രണ്ടുപേർക്കും ഒരു നായക സങ്കല്പം ശരിക്ക് മലയാളത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയത് ഈ രണ്ട് നടന്മാർ വന്നവരെയാണ്. അതുവരെ നായകനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സങ്കല്പങ്ങളൊന്നും മലയാള സിനിമാക്കാർക്കില്ലായിരുന്നു. അതുവരെ അഭിനയിച്ചതിൽ നല്ല നടന്മാരുണ്ടായിരുന്നു, പക്ഷേ അവരെ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തിയെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ 52 മുമ്പ് വന്ന നടന്മാരിലാണ് കൊട്ടാരക്കര ശ്രീധരൻ നായരായാലും തിക്കുറിശ്ശിയായാലും ഒക്കെ ഉൾപ്പെടുന്നു. അതല്ലാതെ ഒറ്റപ്പടത്തിൽ മാത്രം അഭിനയിച്ച ആളുകളുമൊക്കെ ഉണ്ട്. എം പി മന്മഥനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല കഥ പറച്ചിൽക്കാരനാണെന്ന് പറഞ്ഞു. അതുകൂടാതെ അദ്ദേഹം യാചകൻ എന്നൊരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അതുപോലെയാണ് ഈ മലയാളത്തിലെ നാടകരംഗത്തിലെ വളരെ അവിസ്മരണീയമായ റോളുകൾ അഭിനയിച്ചിട്ടുള്ള പി കെ വിക്രമൻ നായർ ഒരു ചിത്രത്തിൽ നായകനായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. പക്ഷേ അദ്ദേഹം ഒന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ട് അത് തുടരാൻ സാധിച്ചില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പി കെ വേണുകുട്ടൻ നായർ കുറേ റോളുകളൊക്കെ ചെയ്തു. സിനിമയിൽ പ്രധാനപ്പെട്ട കുറേ റോളുകളൊക്കെ ചെയ്തു. എങ്കിലും അദ്ദേഹത്തിൻ്റെയും പ്രധാനപ്പെട്ട തട്ടകം നാടകം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല നടന്മാരും വന്നെങ്കിലും ഈ നായക നടന്മാരായിട്ട് നിലനിൽക്കാൻ കഴിഞ്ഞത് സത്യനും പ്രേം നസീറിനുമാണ്. അത് 1952 ഈ രണ്ട് ചിത്രങ്ങളിലൂടെയാണ് സംഭവിച്ചത്. ആത്മസഖിയിലൂടെ സത്യനും മരുമകളിലൂടെ പ്രേം നസീറും നായകന്മാരായി മലയാളത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം തിരമാല എന്നൊരു സിനിമ വന്നു. ഈ തിരമാല എന്ന സിനിമയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യമൊന്നുമില്ല. PRS പിള്ളയാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. PRS പിള്ളയും വിമൽ കുമാർ എന്നാളും ചേർന്നാണ് അത് സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് രാമു കാര്യാട്ട് വന്നു. അപ്പോൾ രാമു കാര്യാട്ട് സിനിമയിലേക്ക് കടക്കുന്നത് തിരമാല എന്ന സിനിമയിലൂടെയാണ്. അതിലെ ഗാനരചയിതാവ് പി ഭാസ്കരനായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ പി ഭാസ്കരൻ രംഗത്ത് വന്നിരുന്നു. 1950 ചന്ദ്രിക
എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിൽ ഗാനരചയിതാവായിട്ട് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അപൂർവ സഹോദരர்கள் എന്നൊരു തമിഴ് പടത്തിൽ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെല്ലാമുള്ള 4 വരികൾ അതിലെ ഒരു പാട്ടിലുണ്ട്. അതിൽ മലയാളത്തിൽ നിന്നുള്ള വരികൾ എഴുതിയത് പി ഭാസ്കരനായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ ഗാനരംഗത്തേക്കുള്ള കടന്നുകയറ്റം. എന്തായാലും തിരമാലയൊക്കെ വരുമ്പോഴേക്ക് അദ്ദേഹം ഒരു ഗാനരചയിതാവെന്ന നിലയിൽ ശ്രദ്ധേയനായി മാറുകയും ഈ തിരമാലയുടെ സെറ്റിൽ വെച്ച് രാമു കാര്യാട്ടും പി ഭാസ്കരനും തങ്ങൾ സമാന ഹൃദയരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ സ്വയം സിനിമ സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഓരോ സങ്കല്പങ്ങൾ അവരവിടെ വെച്ച് തന്നെ തുടങ്ങുന്നു. എസ് കെ പൊറ്റക്കാരൻ്റെ പുള്ളിമാൻ എന്ന കഥ സിനിമയാക്കണമെന്ന് അവരാലോചിക്കുന്നു. വേറെ പല കഥകളും അവർ ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിലാണ് 1954 നീലക്കുയിൽ എന്ന സിനിമ ഉണ്ടാകുന്നത്.